ഹലോ ഡിയേഴ്സ്. വാഴை തമിഴിലെ പുതിയ ചിത്രമാണ് മാരി സെൽവരാജ് സംവിധാനം ചെയ്തത്. പരിയേരും പെരുമാൾ, കർണൻ, മാമന്നൻ എന്നീ 3 ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ചിത്രങ്ങൾ കണ്ട ഏതൊരു വ്യക്തിക്കും ഒരുപക്ഷെ മാരി സെൽവരാജ് എന്ന് പറയുന്ന സംവിധായകനെ, അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ സിനിമകൾ കാണിച്ചു തരുന്നുണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അദ്ദേഹം എത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഈ സിനിമകൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. വിനോദം എന്നതിനപ്പുറം വികാരങ്ങളുടെ, വിചാരങ്ങളുടെ, വിഷമതകളുടെ വിസ്മരിക്കപ്പെട്ട ഒരുപാട് മനുഷ്യ ജീവിതങ്ങളുടെ, അവരുടെ കഷ്ടപ്പാടിൻ്റെ, ഇന്നും സമൂഹത്തിൽ നിലനിന്നു പോകുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാമുദായിക അനീതികളുടെ അത്തരത്തിലുള്ള വിഷയങ്ങളെ പച്ചയായി നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു സിനിമ, മാരി സെൽവരാജ് എന്ന സംവിധായകൻ്റെ വാഴை. ചിത്രം എഴുതിയിരിക്കുന്നതും ഇത് സംവിധാനം ചെയ്തിരിക്കുന്നതും ഇത് നിർമ്മിച്ചിരിക്കുന്നതും മാരി സെൽവരാജ് തന്നെയാണ്. അദ്ദേഹം തന്നെ എഴുതിയ ഈ ചിത്രത്തിലെ ഒരു ഗാനമുണ്ട്. ഒരു ഊരിലെ രാജാ ഒരുത്തൻ ഇരുന്നാനാ, അന്ത രാജാ സൊല്ற കഥയെല്ലാം കണ്ണീർന്നാനാ. ഈ ഗാനം ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ കഥ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നതാണെങ്കിലും ഈ 2 വരികൾ കേട്ടപ്പോൾ സത്യത്തിൽ മാരി സെൽവരാജ് അദ്ദേഹത്തിനെ തന്നെ വിവരിക്കുകയാണോ എന്ന് സംശയം തോന്നി. അദ്ദേഹവും ഒരു രാജയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമ്മളുടെ കണ്ണ് അല്പം നനയിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു വാഴை എന്ന് പറയുന്ന ചിത്രം ഹൈലി ഇമോഷണലാണ്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മുടെ സംവിധായകൻ്റെ തന്നെ പ്രായം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-40 വയസ്സിന് മുകളിലായി കാണും. അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ചിത്രം നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാലം. ഈ ചിത്രത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത് ശിവനേന്ദൻ എന്ന് പറയുന്ന 8 ബിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടേതാണ്. അതായത് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ശിവനേന്ദൻ്റെ കൂട്ടുകാരൻ ശേഖറിൻ്റെയും കൂടെ കഥയാണ് ഈ സിനിമ. ആദ്യ പകുതി എന്ന് പറയുന്നത് ശിവനേന്ദൻ്റെയും ശേഖറിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റുമുള്ള അവരുടെ ഗ്രാമത്തെയും അവരുടെ ഗ്രാമവാസികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും തൊഴിലിനെയും അതിൻ്റെ കാര്യങ്ങളെയും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയും കൂടെ കാലഘട്ടമാണ്. അവർ മാത്രം അടക്കി വാണിരുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഈ ഗ്രാമം എന്ന് പറയുന്നത് രജനീകാന്തിനാണ് കൂടുതൽ റീച്ച്. ഒരുപക്ഷെ രജനീകാന്ത് സിനിമകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ഗ്രാമവാസികളിലേക്ക് കൂടുതൽ റീച്ചുമായി എത്തിയ, വലിയ വിഷയങ്ങൾ സംസാരിക്കുന്ന, വലിയ രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന കമൽഹാസൻ സിനിമകൾ കുറച്ച് അപ്രാപ്യമാണ് ഈ ഗ്രാമവാസികളെ സംബന്ധിച്ച്. ഈ സിനിമയുടെ ആദ്യ കാഴ്ചകളിൽ ഒന്നെന്ന് പറയുന്നത് തന്നെ ശിവനേന്ദ്രനും ശേഖറും കമൽഹാസന്റെ ചെറിയൊരു ലോക്കറ്റിന്റെ പേരിൽ വഴക്കിടുന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ഈ ഗ്രാമത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിന് നമുക്ക് വിവരിച്ചു തരാൻ പോലും മാരി സെൽവരാജ് ബുദ്ധിപൂർവ്വം കമൽഹാസന്റെയും രജനീകാന്തിന്റെയും താരപ്രഭ, അല്ലെങ്കിൽ അതിൻ്റെ റീച്ച് ഉപയോഗിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ. ശിവനേന്ദ്രൻ 8 ബിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ശിവനേന്ദ്രൻ മറ്റുള്ള കുട്ടികളെ പോലെയല്ല. ശിവനേന്ദ്രൻ വളരെ നന്നായി പഠിക്കുന്ന, 100-ൽ 92 മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടിയാണ്. ശേഖറിനെ പോലെയല്ല. ഒരു പതാക വരച്ച് കാണിക്കുമ്പോൾ ശേഖർ പറയും ഇത് ദേശീയ പതാകയല്ലേടാന്ന്. അപ്പോൾ ശിവനേന്ദ്രൻ അവനെ തിരുത്തുന്നുണ്ട്. ഇത് ദേശീയ പതാകയല്ല, ദേശീയ പതാകയാണെങ്കിൽ നടക്ക് ചക്രം വരും, ഇത് സാധാരണ പതാകയാണ്, ഇത് വെറും കൊടിയാണ്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അറിവ് നേടുന്നവന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാം. അതുപോലും വളരെ ലളിതമായി, വളരെ സിമ്പിളായിട്ട് മാരി സെൽവരാജ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ശിവനേന്ദ്രന് ചുറ്റും കഷ്ടപ്പാടാണ്. ദിവസവും അമ്മയും ചേച്ചിയും വാഴത്തോട്ടങ്ങളിൽ പോയിട്ട് വാഴക്കുലകൾ ചുമക്കുന്ന ആ തുച്ഛമായ പൈസ കൊണ്ടാണ് അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവധികൾ അവൻ ഭയക്കുന്നതും അവൻ വെറുക്കുന്നതും അവന് കൂടി ആ പണി ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്തിട്ടാണ്. ശിവനേന്ദ്രൻ ആഗ്രഹിക്കുന്ന ജീവിതം മാരി സെൽവരാജ് വളരെ സിംബോളിക്കായിട്ടുള്ള രീതിയിൽ ഒരു ക്യാരക്ടറിനെ തന്നെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു. അതാണ് നമ്മളുടെ നിഖില വിമൽ അവതരിപ്പിക്കുന്ന പൂങ്കുടി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ, അല്ലെങ്കിൽ പൂങ്കുടി എന്ന് പറയുന്ന പേരിനെ പോലും നിർവചിക്കുന്നിടത്ത്, ഈ കുട്ടികളിലൂടെ നിർവചിക്കുന്നിടത്ത് 2 കാര്യങ്ങൾ നമുക്ക് മാരി സെൽവരാജ് വിദഗ്ധമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ശിവനേന്ദ്രൻ ശേഖറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഒരു പൂവിനെ വരച്ചിട്ട് അവൻ പൂവെന്ന് കാണിക്കുന്നു, അപ്പുറത്തൊരു കൊടി വരച്ചിട്ട് കൊടി, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ പൂങ്കൊടി എന്നവൻ പറയും. ഇതിന് രണ്ടിനും 2 അർത്ഥങ്ങളുണ്ട്, 2 ജീവിതങ്ങളാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം പൂവെന്ന് പറയുന്നത് ഒരുപക്ഷെ ശിവനേന്ദ്രൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ്. പൂങ്കൊടി എന്ന് പറയുന്ന ടീച്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അതിനോട് അവന് ആ ടീച്ചറിനോടുള്ള ഇഷ്ടവും ആ ടീച്ചറിനെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്ന പോലും അവൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മറിച്ച് ഇപ്പുറത്തൊരു കൊടിയാണ്. കൊടിയെന്ന് പറയുമ്പോൾ അവിടെ സ്ട്രഗിളാണ്, അതൊരു സമരമാണ്, അതൊരു കഷ്ടപ്പാടാണ്, എന്തിനൊക്കെയോ പുറത്തു വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയാണ് എന്ന് തോന്നിപ്പോയി. ഈ പൂവെന്ന് പറയുന്നതും കൊടിയെന്ന് പറയുന്നതും 2 ജീവിതങ്ങളാണ്. കൊടിയും പൂവും ഒരുമിച്ച് കയ്യിലേന്താൻ ശിവനേന്ദ്രനെ പോലെ ഒരാളിന് സാധിക്കില്ല എന്ന് പറയാതെ പറയുന്നുണ്ട് നമ്മളുടെ മാരി സെൽവരാജ്. കാരണം എപ്പോഴൊക്കെ പൂവിനെ തേടി അല്ലെങ്കിൽ അതിലേക്ക് ആകൃഷ്ടനാകുന്നു, അപ്പോഴൊക്കെ നമ്മളുടെ ശിവനേന്ദ്രന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്.
നമുക്കറിയാം ഇതിനു മുന്നേ ഉള്ള മാരി സെൽവരാജ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും അദ്ദേഹം വിഷ്വൽസിൽ കൂടി കഥ പറയുന്ന ഒരു സംവിധായകനാണ്. ഡയലോഗുകൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു വിഷ്വൽ, അദ്ദേഹത്തിൻ്റെ വിഷ്വലിൽ തെളിയുന്ന ചില ജീവികൾ പോലും കഥ പറയും. അത്തരത്തിൽ നോക്കുമ്പോൾ സിനിമയിൽ ഇതിലൊരു നായക്കുട്ടി അല്ലെങ്കിൽ ഒരു നായയുടെ ഫോക്കസിൽ വരുന്ന ഒരു ഫ്രെയിമുണ്ട്, പിന്നിൽ കുട്ടികൾ കളിക്കുന്നത്. ആ നായക്കുട്ടിയെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിയേരും പെരുമാളിനെ ഓർമ്മ വരും. ഒരു സീനിൽ അല്ലെങ്കിൽ മറ്റൊരു ഫ്രെയിമിൽ ശിവനേന്ദ്രൻ ഒരു മലയുടെ മുകളിലേക്ക് നടന്നു കയറുന്നതാണ്. തൻ്റെ പശുവിനെ നഷ്ടപ്പെട്ടു പോകുന്ന ദിവസം അവൻ പശുവിനെ നോക്കാനായിട്ട് കുറച്ചുകൂടി ഉയരമുള്ള ആ കുന്നിന് മുകളിലേക്ക് കയറുന്ന ഒരു ഫ്രെയിമുണ്ട്. അത് കാണുമ്പോൾ സത്യത്തിൽ മാരി സെൽവരാജിൻ്റെ തന്നെ കർണനും മാമന്നനും നമുക്ക് ഓർമ്മ വരും. ഒരു ഫ്രെയിമിൽ നമ്മൾ കാണുന്നത് ഡയലോഗുകൾ നടക്കുന്നു, പക്ഷേ ഫ്രെയിമിൽ ഫോക്കസ് ആയിരിക്കുന്നതെന്ന് പറയുന്നത് ഒരാളുടെ കാലാണ്. കാലുകളിൽ ചെരുപ്പില്ല, ആ കാല് തറയിൽ ചവിട്ടി അല്ലെങ്കിൽ ഭൂമിയിൽ ചവിട്ടി തന്നെ നിൽക്കുന്നതാണ്. ആ കാലിൻ്റെ മണ്ടക്കൂടെ ഒരു അട്ട അല്ലെങ്കിൽ ഒരു പുഴു എഴഞ്ഞു പോകുന്നതാണ്. അതിനെ തട്ടി ആരും മാറ്റുന്നില്ല. അത്രത്തോളം മണ്ണും മനുഷ്യനും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഫ്രെയിം പോലെ അത് തോന്നി. പിന്നെ തോന്നുന്നു ഈ 1-2 ക്യാരക്ടേഴ്സ് നിഖില വിമലും ഈ പറയുന്ന കലയരസനും ഒക്കെ അല്ലാതെ വളരെ സുപരിചിതരായ ഒരു നടീനടന്മാരെ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ എനിക്കറിയാത്തതായിരിക്കാം. അത്തരത്തിലുള്ള കഥ കിങ്ങായ, സംവിധായകൻ കിങ്ങായ ഒരു സിനിമ കൂടിയാണ് വാഴ. ഈ സിനിമയിൽ മാരി സെൽവരാജ് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ട്, അതായത് മൈലാഞ്ചി. അതായത് ഈ പറയുന്ന ഒരു പ്രണയം, അതിൻ്റെ ഒരു സിംബോളിക്, ആ പ്രണയത്തിൻ്റെ സിംബോളിക്കായിട്ട് മൈലാഞ്ചി വരുന്നു. സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ റെസ്പെക്റ്റിൻ്റെ സിംബലായിട്ടും അതേ മൈലാഞ്ചി തന്നെ വരുന്നു. ഒരേ ദിവസം കാമുകനും കാമുകിയും മൈലാഞ്ചി ഇട്ട് നിൽക്കുന്നു, അതേ ദിവസം തന്നെ ശിവനേന്ദ്രൻ്റെ ടീച്ചറും മൈലാഞ്ചി ഇട്ട് കാണിക്കുന്നു. ഇത് വളരെ വളരെ ബ്രില്യൻ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ചില ഫീലിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട്. ഒരിടത്ത് പ്രണയമാണ് കാരണമെങ്കിൽ മറ്റൊരിടത്ത് കീറിപ്പോയ ഷർട്ട് തുന്നിക്കൊടുത്തതിൻ്റെ കൂലിയായിട്ടാണ് മൈലാഞ്ചി ശിവനേന്ദ്രൻ ശേഖരം കൊണ്ട് തൻ്റെ ടീച്ചറിന് കൊടുക്കുന്നതും ടീച്ചർ അത് പിറ്റേ ദിവസം ഇട്ട് കാണിക്കുന്നതും. ഈ സിനിമയുടെ ആദ്യ പകുതി ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. ഈ ശിവനേന്ദ്രൻ്റെയും ശേഖറിൻ്റെയും ഇടയിൽ നടക്കുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. അവരിലൂടെ പറയുന്ന ചെറിയ കാര്യങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്ന വലിയ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ, ഈ പിള്ളേരുടെ അഭിനയം ഒരു രക്ഷയുമില്ലാത്ത അഭിനയമാണ്. എസ്പെഷ്യലി ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ച പൊൻവേൽ, ശിവനേന്ദ്രൻ്റെ ക്യാരക്ടർ ചെയ്ത പൊൻവേൽ, ശേഖറിൻ്റെ ക്യാരക്ടർ ചെയ്ത പയ്യൻ്റെ പേര് രാഹുൽ എന്നാണ് കാണാൻ കഴിഞ്ഞത്. ഈ പൊൻവേൽ എന്ന് പറയുന്ന ഈ പയ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന ഈ പെർഫോമൻസ്, ഇതവൻ്റെ അഭിനയമാണ്. അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ പറയത്തില്ലേ, അവന് നാഷണൽ അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഗംഭീരമായ പെർഫോമൻസ്. എങ്ങനെ ഈ രീതിയിൽ ഒരു കുട്ടി പെർഫോം ചെയ്യുന്നത്, ആ കുട്ടി എങ്ങനെ ഇവർ പെർഫോം ചെയ്തെടുത്തു, അല്ലെങ്കിൽ മാരി സെൽവരാജ് എങ്ങനെയൊക്കെ അവനെ ഗൈഡ് ചെയ്തെന്നാലും അവനത് എത്തരത്തിൽ അത് പോർട്രേ ചെയ്ത് കാണിച്ചു എന്നുള്ളത് അത്ഭുതം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ശേഖർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അണ്ടർ പ്ലേയിങ് ആയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് തോന്നിയത്. പക്ഷേ ശേഖർ വളരെ എഫക്റ്റീവായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ കുറച്ചുകൂടി സീരിയസ് ആകുന്നുണ്ട്. കുറച്ച് കമ്മ്യൂണിസവും ഈ തൊഴിലാളി പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് സിനിമ. ആ കൂട്ടത്തിൽ ശിവനേന്ദ്രൻ്റെ അച്ഛൻ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ തകരപ്പെട്ടിയിലാണ് ശിവനേന്ദ്രൻ രജനീകാന്തിൻ്റെ പോസ്റ്ററുകളൊക്കെ സൂക്ഷിക്കുന്നത്. ആ തകരപ്പെട്ടിയിൽ പാർട്ടി കൊടിയുടെയും പാർട്ടി ചിഹ്നങ്ങളുടെയും എല്ലാം ശേഷിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ആ പാർട്ടി ചിഹ്നത്തിൽ ഒരു ബാഡ്ജ് എടുത്തുകൊണ്ട് ശിവനേന്ദ്രൻ ഒരു ദിവസം ഈ പറയുന്ന കലയരസിനെ അവതരിപ്പിക്കുന്ന കനി എന്നാണെന്ന് തോന്നുന്നു ആ ക്യാരക്ടറിൻ്റെ പേര്, അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവൻ്റെ ഗ്രാമത്തിൽ അവൻ്റെ ആൾക്കാർക്ക് വേണ്ടി അവൻ്റെ അച്ഛനെ പോലെ സംസാരിച്ച ആൾ അയാളാണ്. പിന്നീട് ഒരു അവസരത്തിൽ ശിവനേന്ദ്രൻ്റെ ചേച്ചിയോട് പോലും പറയുന്നുണ്ട്, ചേച്ചിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിച്ചുകൂടെ എന്ന് വരും. അത്തരത്തിൽ പോലും വളരെ ബ്രില്യൻ്റായ, വളരെ ബുദ്ധിയുള്ള, വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ് ശിവനേന്ദ്രൻ. ശിവനേന്ദ്രൻ്റെ കഷ്ടപ്പാടാണ്. ശിവനേന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പൂവിനെ തേടി പോകുമ്പോൾ കൊടി മറന്നു പോകുന്നുണ്ടെങ്കിൽ അവനതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നതിൻ്റെ എപ്പിറ്റമാണ് സെക്കൻഡ് ഹാഫ്. വിശപ്പിൻ്റെ വില, വിശപ്പ് എന്താണ്, വിശപ്പ് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു ദുരന്തം, സ്വന്തം ദുരന്തത്തെ പോലും മറന്ന്, അല്ലെങ്കിൽ സ്വന്തം ദുരന്തം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ പോലും വിശപ്പ് എന്ന് പറയുന്നത് അത്ര കണ്ട് ശക്തമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള, എന്നാൽ ഒരേ രീതിയിൽ സഞ്ചരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കഥാഖ്യാനം കാണിച്ചു തരുന്നിടത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ചകളൊക്കെ ഹൃദയഭേദകമാണ്. മാരി സെൽവരാജ് എന്ന് പറയുന്ന സംവിധായകൻ ഒരുപക്ഷെ 4 സിനിമകളായിരിക്കും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 4 സിനിമകൾ കൊണ്ട് തന്നെ 40 സിനിമകൾ ചെയ്ത വലിയ മഹാരഥന്മാരായ സംവിധായകർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർക്കുകയാണ് സത്യത്തിൽ. വാഴ എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നത് വാഴത്തോട്ടത്തിൻ്റെ ഒരു വലിയ ഏരിയൽ ഷോട്ടിൽ നിന്നാണ്. ഈ വാഴത്തോട്ടത്തിൽ ഈ പറയുന്ന ശിവനേന്ദ്രൻ്റെ അമ്മയും മറ്റുള്ള കഥാപാത്രങ്ങളും എല്ലാം നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു വലിയൊരു ഏരിയൽ ഷോട്ടിലേക്ക് പോകുമ്പോൾ ഈ വാഴത്തോട്ടത്തിനെ മൊത്തത്തിൽ ഒരു കുടയായി മറയ്ക്കുന്നത് ഈ വാഴ ഇലകളാണ്. ഈ വാഴ ഇലകൾക്ക് താഴെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇവരുടെ പ്രാർത്ഥനകൾ പോലും, ഇവർ പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവത്തോടാണോ അവർ മുകളിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കാണുന്ന പോലും ഇല്ലായിരിക്കും എന്ന് തോന്നിപ്പോകും ആ ഒരു ഷോട്ടും ആ ഒരു ഫ്രെയിമും കാണുമ്പോൾ. പലപ്പോഴും ദൈവങ്ങളെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കുകുത്തികളെ പോലെയാണ്. ഈ ഇടയ്ക്ക് ശിവനേന്ദ്രൻ പോലും പറയുന്നുണ്ട്, ആരെ വിശ്വസിച്ചാൽ ഈ ദൈവങ്ങളെ വിശ്വസിക്കരുത്, ഒരു കാര്യവും നടക്കുന്നില്ല.
അത്തരത്തിൽ തമാശയിലൂടെ പറഞ്ഞു പോകുന്ന കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പോലും വലിയ വലിയ അർത്ഥങ്ങൾ സമ്മാനിക്കുന്ന രീതിയിൽ മാറുന്നുണ്ട് ചിത്രത്തിൽ എന്ന് തോന്നിയിട്ടുണ്ട്. വാഴ ചിത്രങ്ങൾ മാത്രമല്ലല്ലോ, വാഴ ചിത്രങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വാഴ എന്ന് പറയുമ്പോൾ അത് വാഴക്കയാണെന്ന് പോലും ഈ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. നമ്മൾ കഴിക്കുന്ന ഓരോ ഖനിയുടെയും അല്ലെങ്കിൽ ഫലത്തിൻ്റെയും പിന്നിൽ നമ്മളറിയാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട്, അവരുടെ കഷ്ടപ്പാടുകളുണ്ട്, അവരുടെ കണ്ണീരും. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക.